ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ 20ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ നീണ്ടൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. ഞാൻ റീസണൊക്കെ പിന്നെ സമാധാനമായിട്ട് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഷാർജ ഷേക്കാണ്. ഷാർജ ഷേക്ക് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഷാർജ ഷേക്കിൽ അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഷാർജ ഷേക്കാണ് ചെയ്യുന്നത്. അഡീഷണൽ ആയിട്ടൊരു ഒറ്റ ഇൻഗ്രീഡിയൻറ്റേ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. അതെന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ടച്ച് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വളരെ നീണ്ടൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. എല്ലാവരോടും ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും സോറി. ആരെയും ഇൻഫോം ചെയ്യാൻ പറ്റിയില്ല. കുറേ തിരക്കുകളുടെ ഇടയിൽ പെട്ടുപോയി. അപ്പോൾ പിന്നെ ഒരു ലാസ്റ്റ് 1 വീക്കിൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത്രയും നീണ്ടൊരു ഗ്യാപ്പ് വന്നതുകൊണ്ടാവാം ഒരു മടി പോലെയൊക്കെ എനിക്ക് തന്നെ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു ആക്ച്വലി, പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്തൊന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉള്ളൊരു ടൈം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ എപ്പോഴും കാണുക. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. സത്യം പറഞ്ഞാൽ ഇത്രയും ഈ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ ഫ്രണ്ട്സ് എന്താ നിൻ്റെ ചാനലിലൊന്നും കാണുന്നില്ലല്ലോ, എന്താ വീഡിയോ ചെയ്യാത്തതെന്ന് കുറേ പേര് ചോദിച്ചു. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. നമുക്ക് ഒരുപാട് ഫോളോവേഴ്സൊന്നും ഇല്ല, പക്ഷെ ഉള്ളതൊക്കെ എനിക്ക് നല്ല കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നല്ല കുറേ ഫ്രണ്ട്സ് തന്നെയാണ് നിങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ചാനൽ കാണുക, എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബൗളിൽ കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ബൂസ്റ്റ്, വാനില എസൻസിൻ്റെ ഐസ്ക്രീം പൗഡർ ചേർത്തിട്ടുണ്ട്, പിന്നെ പഞ്ചസാര. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഴം തൊലിയൊക്കെ മാറ്റിയിട്ട് പഴം ഇട്ടു, പഞ്ചസാര ഇട്ടു, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ പഴം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പാലൊഴിച്ച് കൊടുക്കാം. പാല് നമ്മൾ കുറച്ച് ലിക്വിഡായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് സമയം ആയായിരുന്നു, അപ്പോൾ അത് വിഷയമില്ല. അപ്പോൾ നമുക്ക് പാല് ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വാനില എസൻസിൻ്റെ ഐസ്ക്രീം പൗഡറാണ്. ഇത് നമുക്കൊരു 3 ടീസ്പൂണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്തതാണിത്. കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്തതുകൊണ്ട് ഗ്രൗണ്ട് നട്ടും ഉണ്ട്. ഞാൻ രണ്ടും ഇട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക്. കാഷ്യൂ മാത്രമാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ഗ്രൗണ്ട് നട്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബൈറ്റ് കിട്ടുള്ളൂ, അതിൻ്റെ കുറച്ച് പീസസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. പോസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്താൽ മതി, നമുക്ക് കൂടുതൽ അരഞ്ഞു പോകുന്നില്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ ഷാർജ ഷേക്ക് കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബൂസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷാർജ ഷേക്കാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. വാനില എസൻസിൻ്റെ ഐസ്ക്രീം പൗഡർ ഇതിന് നല്ലൊരു കൺസിസ്റ്റൻസി കൊടുക്കും. നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്കൂപ്പ് ഒരെണ്ണം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം, ചോക്ലേറ്റ് ആഡ് ചെയ്യാം. വളരെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആക്ച്വലി ഷാർജ ഷേക്ക്. നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഇഷ്ടമുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. ബൈ.